ഈ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇവൻ വാ തുറക്കുന്ന രണ്ട് കാര്യത്തിനാണ്. ഒന്ന് കള്ളത്തരം പറയാനും, മറ്റൊന്ന് പച്ചയായ വർഗീയത നമ്മുടെ ജനമധ്യത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ടുമാണ് ഇവൻ വാ തുറക്കുന്നത്. ദാ ഇന്നും വന്നിട്ടുണ്ട്. ഏത്? നമ്മുടെ മീനാക്ഷി വിഷയത്തിൽ ഇവന്റെ ഒരു പോസ്റ്റാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, ചെറിയ വായില് വലിയ വർത്തമാനം പറയുന്ന കൊച്ചിനെ കാക്ക കൊത്തിക്കൊണ്ട് പോവാൻ സമയമായി. അതായത് എന്താ പറഞ്ഞതെന്ന് മനസ്സിലായി കാണുമല്ലോ. ഒരു ചെറിയ പെൺകുട്ടി പറയുന്ന വാക്ക് പോലും ഇവനൊക്കെ അത്രയ്ക്കും അസഹിഷ്ണുത ഉണ്ടാക്കുന്നുവെങ്കിൽ വല്ലാത്തൊരു കാര്യം തന്നെ. പക്ഷെ ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവൻ വെറും അത് തന്നെയാണ്. ബാക്കി ഞാൻ അങ്ങ് വിഴുങ്ങിയതാ. ഒരു 10 വയസ്സായ ഒരു പിഞ്ച് മോളെ സ്കൂളിലെ അധ്യാപകൻ, അവൻ അധ്യാപകനൊന്നും പറയാൻ പറ്റില്ല, നാറി ചേറ്റ മോൻ, എന്താ പത്മരാജൻ എന്ന് പറയുന്ന ഒരു തന്തയില്ലാത്ത മോൻ ഉപദ്രവിച്ച് കോടതി അവന് മരണം വരെ ശിക്ഷ വിധിച്ചു. എന്താണ്? മരണം വരെ, നീ ചാവുന്ന കാലം വരെ ആ ജയിലിൽ കിടന്ന് തന്നെ നീ ചാവണം എന്ന് ഈ അണ്ടിമുക്ക് ശാഖയിലെ ഈ തീട്ടത്തിന് കോടതി വിധിച്ചു. അവിടെ വന്നിട്ട് അവിടെയും ഇവനിട്ട കമന്റ് എന്താണെന്നറിയോ? ഈ അഡ്വക്കേറ്റ്, ഈ തീട്ടം മാത്രം തുപ്പുന്ന ഈ കൃഷ്ണരാജ് എന്ന് പറയുന്ന ഇവനിട്ട കമന്റ് എന്താണെന്നറിയോ? സത്യമേവ ജയതേ, എന്തോന്ന് മറ്റേ മോനൊപ്പം എന്നാണ് പറഞ്ഞത്. ഇവനിട്ട ഒരു പോസ്റ്റിന്റെ അടിയിൽ അന്ന് ഞാൻ പോയി ഒരു കമന്റ് ഇട്ടായിരുന്നു. മനുഷ്യനാവ്, താനൊരു അഡ്വക്കേറ്റ് അല്ലേ, തനിക്കും ചെറിയ മക്കളുണ്ടാവൂലേ, ഒരു പിഞ്ചു പെൺകുട്ടിക്ക് അടുത്ത് അയാൾ കാണിച്ച അതിക്രമമല്ലേ, അതിനെയാണോ നീ ന്യായീകരിക്കുന്നത്? മനുഷ്യനാവടാ എന്ന് പറഞ്ഞിട്ട്, മനുഷ്യനായിട്ട് ചിന്തിക്കടാ എന്ന് പറഞ്ഞ് ഞാനൊരു കമന്റ് കൊടുത്തു. ഇവന് കിട്ടിയ ലൈക്കിനെ കാട്ടി ആ കമന്റിന് മാത്രം ലൈക്ക് ഉണ്ടായിരുന്നു, ഇവന്റെ പോസ്റ്റിന്, ഞാനിട്ട കമന്റിന്. അപ്പൊ ഇവനാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. എന്താണ് മീനാക്ഷി പറഞ്ഞത്? മീനാക്ഷി ഒരു ചാനല് ചോദിക്കുന്ന, ദളിതരെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് മീനാക്ഷി പറയുന്നത് ഇത്രയാണ്: നമ്മള് പഠിക്കുന്ന കാലത്ത് ദളിതരെ കുറിച്ച് പഠിക്കുന്നുണ്ട്, മനസ്സിലായല്ലേ, അവര് ദളിതരാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവരെ ദളിതരാക്കിയവരാരാണ് എന്ന് മീനാക്ഷി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതെ, അത് ഇവന് പൊള്ളി. കാരണം ഇവന് വലിയ ബ്രാഹ്മണനോ കോപ്പനോ ആണല്ലോ. ഇവനെയൊക്കെ നീ തമ്പ്രാനെന്ന് വിളിക്കണമായിരിക്കും. തമ്പ്രാനെന്നല്ല, താമോനെന്നാ വിളിക്കുക നിന്നെയൊക്കെ. തമ്പ്രാനാ? എന്ത് തമ്പ്രാൻ? തമ്പ്രാന് ഓമ്പ്രാനും ഒക്കെ പണ്ട്. ഇന്ന് തമ്പ്രാൻ വിളിക്കണം എന്ന് പറഞ്ഞാൽ ഇതാ മറ്റേ ഷൂസ് ഉണ്ടല്ലോ, ഷൂസ്, ഷൂക്കറിനെ കൊണ്ട് നക്കിക്കുന്ന കണപ്പ് നക്കിക്കും. അതാണ് കാലം. തലമുറ മാറിക്കണ്. അപ്പൊ ഇതാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. ഇവനെ അഡ്വക്കേറ്റ് എന്നൊന്നും വിളിക്കാൻ പറ്റൂല. ഇവനൊക്കെ ആരാണ് അഡ്വക്കേറ്റ് ആക്കിയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഇവനൊക്കെ സ്ക്രാച്ചാമെന്റിലൂടെ അഡ്വക്കേറ്റ് ആയെന്ന് തോന്നുന്നു. എന്താടോ, നന്നായിക്കൂടോ ചങ്ങായി. നന്നാവൂല. നീയൊക്കെ ഇങ്ങനെ നശിച്ച് ചത്ത് മണ്ണൊടിഞ്ഞങ്ങ് പോകും. ഒരാൾക്കും ഉപകാരം ഇല്ലാത്ത രീതി. അത്രയേ ഉള്ളൂ.